ഹലോ ഹലോ, ഞാൻ സൂരജ്. ഞാൻ തീർത്ത. വെൽക്കം ടു അവർ ചാനൽ. യെസ്. ഇപ്പൊ നമ്മൾ ഇന്നുള്ളത് ചാലക്കുടി പുഴയുടെ തീരത്താണ്, ആതിരപ്പള്ളിയുടെ തൊട്ടടുത്താണുള്ളത്. പക്ഷെ നമ്മൾ ഇന്ന് ഇവിടെയൊന്നും അല്ല പോകുന്നത്. നമ്മൾ നേരെ മലക്കപ്പാറ വാൽപ്പാറ വഴി നേരെ പോയി കൊടൈക്കനാലാണ് പോകുന്നത്. സോ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ്സ് അറിയിക്കുക. താങ്ക് യു. അപ്പോൾ നമ്മൾ രാവിലെ 6 മണിക്ക് തന്നെ എറണാകുളത്ത് നിന്ന് കൊടൈക്കനാലിലേക്ക് പുറപ്പെട്ടു. വാൽപ്പാറ പോകുന്ന വഴിക്ക് നമുക്ക് അതിരപ്പള്ളി വാട്ടർഫോൾസും വാഴച്ചാൽ വാട്ടർഫോൾസും കാണാം. അതിൻ്റെ ഇടയിൽ റോഡിലായിട്ട് നമുക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വാട്ടർഫോൾസ് ഉണ്ട്. ചാർപ്പ വാട്ടർഫോൾസ് എന്നാണ് ഇതിൻ്റെ പേര്. നമുക്ക് ഈ വാട്ടർഫോൾസിൻ്റെ മുകളിലൂടെയാണ് നമ്മുടെ റോഡ് പണിതിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പാലത്തിലൂടെയാണ് നമ്മൾ വണ്ടിയിൽ വരുന്നത്, കാറിൽ വരുന്നത്. ഇപ്പം നമ്മളിത് വാഴച്ചാൽ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു. വാഴച്ചാൽ വാട്ടർഫോളിന് അടുത്ത് തന്നെ നമുക്കൊരു ചെക്ക് പോസ്റ്റ് ഉണ്ട്, കേരള ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ്. അപ്പോൾ നമ്മൾ ഫോറസ്റ്റിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ആ ചെക്ക് പോസ്റ്റ് എന്ന നമ്മൾ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കണം, പേരും അതുപോലെ ഫോൺ നമ്പർ, ഒരു സ്ലിപ്പ് അവർ തരും. ഓക്കെ, ഇതാണ് ആ സ്ലിപ്പ്. ഇത് നമ്മൾ തിരിച്ച് മലക്കപ്പാറ, അതായത് തമിഴ്നാട് സൈഡ് മലക്കപ്പാറ ഫോറസ്റ്റിനപ്പുറം കടക്കുന്ന സമയത്ത് ഈ സ്ലിപ്പ് തിരിച്ചു കൊടുക്കണം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സ്ലിപ്പ് ആരും കളയരുത്. ഓക്കെ, അപ്പൊ ഈ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ മുഴുവൻ കാടാണ്, നല്ല ഇടതൂർന്ന കാടാണ്, ഫുൾ ഡെൻസ് ഫോറസ്റ്റ് ആണ്. ഒരുപാട് ആനിമൽസ് ഒക്കെ ഉള്ള സ്ഥലമാണ്, ആനിമൽ സൈറ്റിംഗ് ഒക്കെ അത്യാവശ്യമുള്ള സ്ഥലമാണ്. കുറെ ആനിമൽസ് ഉണ്ട് എന്നുള്ള ബോർഡൊക്കെ, സൈൻ ബോർഡൊക്കെ കാണുന്നുണ്ട്. അതെ അതെ അതെ, ഇതുവരെ മുന്നിലൊന്നും പെട്ടിട്ടില്ല. ഇല്ല, അതെ അതെ. പിന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു സെലിബ്രിറ്റി എലിഫന്റ് ഉണ്ട് ഇവിടെ, കബാലി. ഒരുപാട് ആൾക്കാരെ പണിയൊക്കെ കൊടുത്ത ഒരു ആനയാണ് കബാലി. നിങ്ങൾ ഒരു തവണ ഒരു ജീപ്പൊക്കെ മറിച്ചിട്ടതൊക്കെ നിങ്ങൾ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടാകും. അപ്പൊ നമ്മളിങ്ങനെ ആനിമൽസിനെയൊക്കെ എന്തെങ്കിലുമൊക്കെ കാണുമോ, ബേർഡ്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആനിമൽസിനെയൊക്കെ കാണുമോന്നും നോക്കി. സത്യം പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേർക്കും കാട് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പണ്ടും ഇഷ്ടമായിരുന്നു, പക്ഷെ എനിക്ക് കാടിനെ പറ്റി കൂടുതലൊന്നും അറിയില്ല. പക്ഷെ സൂരജ് അങ്ങനെയല്ല, ഈ ബേർഡ് വാച്ചിങ്ങിന് പോവും, ഈ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി അങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്. അപ്പൊ കഴിഞ്ഞ തവണ ഈ വർഷം തന്നെ നമ്മൾ ആദ്യം നാഗരഹോള കബനി പോയായിരുന്നു. നമ്മൾ എന്തായാലും ലെപ്പേർഡിനെ കണ്ടിട്ടേ വരും, പുലിയെ കണ്ടിട്ടേ വരും എന്ന് പറഞ്ഞിട്ട് കസിൻസ് എല്ലാരും കൂടി, കസിൻസ് പറഞ്ഞു പുലിയെ കാണണമെന്ന്. അവസാനം നമ്മള് ലക്കാണ്, പകുതിയല്ല, ഒരു 90% ലക്കാണ്. കാരണം നമ്മൾ പോകുന്ന വഴിക്ക് ഈ ആനിമൽ ഉണ്ടാവണം എന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പൊ ഉണ്ടെങ്കിൽ നമ്മൾ സ്പോട്ട് ചെയ്യാം, അതാണ് കാര്യം. അപ്പൊ ഞാൻ ഇവരോട് പറഞ്ഞു ഒരു 10-35 കിലോമീറ്റർ കാടാണ്. എല്ലാവരും കൃത്യമായിട്ട് ഓരോ മരത്തിന്റെ കൊമ്പിലും, മരച്ചില്ലയിലാണ് നമുക്ക് ലെപ്പേർഡിനെ കാണാൻ, പുള്ളിപ്പുലിയെ കാണാൻ ഏറ്റവും കൂടുതൽ ചാൻസ്. റോഡ് നിറയെ ആനപ്പിണ്ടാണ്, ചുറ്റും ഈറ്റക്കാടാണ്, ഒരുപാട് ആനയുള്ള സ്ഥലമാണ് ഈ ഭാഗം. ഇതുവരെ ഒന്നും കണ്ടിട്ടില്ല, നോക്കാം എന്തെങ്കിലുമൊക്കെ കാണുമെന്ന്. അങ്ങനെ ആനയെ പ്രതീക്ഷിച്ച നമ്മുടെ മുന്നിൽ ഒരു കൂറ്റൻ കാട്ടുപോത്ത്. രാവിലത്തെ തീറ്റയൊക്കെ കഴിഞ്ഞ ആശാൻ വെള്ളം കുടിക്കാൻ വേണ്ടിയായിരിക്കണം റോഡിന്റെ അടുത്ത് ഭാഗത്തൊരു പുഴയിലേക്ക് ഇറങ്ങാനുള്ള പരിപാടിയിലായിരുന്നു. ഇവൻ ചില്ലറക്കാരനല്ല കേട്ടോ. ലോകത്തിലെ ഏറ്റവും വലിയ കാട്ടുപോത്തുകൾ ഇന്ത്യൻ ഗോർ എന്നറിയപ്പെടുന്ന ഇവരാണ്. ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ആൺകാട്ടുപോത്താണ്. ആൺകാട്ടുപോത്തുകൾക്ക് പൊതുവെ നല്ല ഡാർക്ക് ബ്രൗൺ നിറമായിരിക്കും. അതേസമയം ഇതിന്റെ പെൺകാട്ടുപോത്തുകൾ കുറച്ചുകൂടി ലൈറ്റ് ബ്രൗൺ കളറും കുറച്ചുകൂടി ചെറുതുമായിരിക്കും. അതുപോലെ ഇതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 600 കിലോ തൊട്ട് 1500 കിലോ വരെയുള്ള കാട്ടുപോത്തുകളുണ്ട്.
ഇതൊന്നുമല്ല എന്നെ അതിശയപ്പെടുത്തിയത്. ഇത്രയും ഭാരവും വലിപ്പമൊക്കെയുള്ള ഈ ഒരു ജീവിയെ ഒരൊറ്റയടിക്ക് കടുവകൾ കൊന്നു കഴിക്കും എന്നുള്ളതാണ്. അങ്ങനെ കുറച്ചു നേരം പുള്ളിയുടെ ബോഡി മസിൽ ഷോ ഒക്കെ കഴിഞ്ഞ് പുള്ളി നമ്മുടെ കാറിന്റെ തൊട്ടു മുന്നിലൂടെ തൊട്ടടുത്തുള്ള ഈറ്റക്കാടിലേക്ക് കടന്നുപോയി. അതൊരു 1.5 കാഴ്ച തന്നെയായിരുന്നു കേട്ടോ. എന്റെ പൊന്നു. നമുക്ക് പോവാല്ലേ? ഓക്കെ. അപ്പൊ നമ്മള് വരുന്ന വഴിക്ക് നമുക്ക് ഷോലയാർ ഡാമിന്റെ വ്യൂ പോയിന്റ് കാണാൻ പറ്റും. മലക്കപ്പാറ എത്തുന്നതിന് മുമ്പ് ഷോലയാർ ആ കാച്ച്മെന്റ് ഏരിയ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ റോഡ് കുറച്ച് മോശമാണ്. റോഡില്ല, റോഡ് മോശം എന്നല്ല, റോഡില്ല. അങ്ങനെ നമ്മൾ മലക്കപ്പാറ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് എത്തി. നമ്മൾ നേരത്തെ കിട്ടിയ സ്ലിപ്പ് തിരിച്ചു കൊടുത്തു. ഇപ്പൊ നമ്മൾ കേരള തമിഴ്നാട് ബോർഡറിലെത്തി. ഇപ്പോ ചെക്ക് പോസ്റ്റ് കടന്നു. നമ്മൾ തേയിലത്തോട്ടങ്ങളൊക്കെ കണ്ടു തുടങ്ങി. നല്ല ഏരിയ ആണ്. റോഡ് ഇത്തിരി മോശമാണ്, ആ ഒരു ബുദ്ധിമുട്ട് മാത്രമുണ്ട്. യെസ്, നമുക്ക് നല്ല റോഡ് കിട്ടിയിരിക്കുന്നു. ഇപ്പൊ നമ്മൾ മലക്കപ്പാറയിൽ നിന്ന് വാൽപ്പാറ പോകുന്ന വഴിക്ക് നമുക്ക് ഷോലയാർ ഡാം, ഷോലയാർ ഡാം കാണാൻ പറ്റും. റോഡ് സൈഡ് തന്നെയാണ്. നമ്മൾ ഡാമിന്റെ സാധാരണ പോകുന്ന പോലെ ഒരുപാട് സ്റ്റെപ്സ് ഒന്നും കയറി പോകണ്ട. റോഡിൽ തന്നെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്ത് നേരെ സ്പിൽവേയിലേക്ക് നടന്ന് കയറാൻ പറ്റും. ഓക്കെ, ഇതാണ് നമ്മുടെ. അതെ അതെ, നല്ല വെയിലുണ്ട്. എനിക്ക് കണ്ണുറക്കാൻ പറ്റുന്നില്ല. മാണിക്യച്ചിറകുള്ള മാറത്ത് കോഴിയുള്ള വായാ. അപ്പൊ നമ്മൾ ഷോല ഡാം കഴിഞ്ഞു. ഇനിയിപ്പോ ഏകദേശം 18 കിലോമീറ്റർ ഉണ്ട് വാൽപ്പാറയ്ക്ക്. അപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെ അധികം വൈകാതെ നമ്മൾ വാൽപ്പാറ എത്തി. ഒരു ചെറിയൊരു ടൗൺ ആണ്. ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടുന്ന് കിട്ടും. ഇവിടുന്ന് നമ്മൾ നേരെ ഇനി പൊള്ളാച്ചി റോഡിലേക്ക് കയറിയാണ് കൊടൈക്കനാൽ പോകുന്നത്. അപ്പോൾ നമ്മള് വാൽപ്പാറയിൽ നിന്ന് പൊള്ളാച്ചി പോകുന്ന റൂട്ടില് നല്ലൊരു തേയിലത്തോട്ടം കണ്ടു. നല്ലൊരു സൈഡാണ്. അപ്പൊ കുറച്ചു നേരം വിശ്രമിക്കാന്ന് വിചാരിച്ചു. ഓക്കെ, നിങ്ങളെ കൂടി കാണിച്ചു തരാം. അവിടുന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ നമുക്ക് വാൽപ്പാറ ചുരം കാണാം. താഴെ ആലിയാർ ഡാമിന്റെ നല്ലൊരു വ്യൂവും നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. നീ പോടാ മങ്കി. ഇവിടെ ഒന്നുമില്ല, പോടാ. ഹലോ, ഹായ്. ആലിയാർ ഡാമിന്റെ അടുത്ത് ചുരത്തിന്റെ അവിടെ ഒരു വരയാടിനെ കണ്ടു. വരയാടും ഒരു കുരങ്ങും. വരയാടിന് പേടിയൊന്നുമില്ല, നല്ല ഫ്രണ്ട്ലിയാണ്. കുരങ്ങും അതെ, വരയാട് അഥവാ നീലഗിരി താർ നമ്മുടെ തമിഴ്നാടിൻ്റെ സംസ്ഥാന മൃഗമാണിത്. പൊതുവെ ഷൈ ആയിട്ടുള്ള ഒരു ജീവിയാണ് വരയാടെന്ന് പറയുന്നത്. പക്ഷെ എന്താണെന്നറിയില്ല, ഇവൻ നമ്മുടെ വാൽപ്പാറ ചുരം വഴി പോകുന്ന സഞ്ചാരികളോട് വളരെ ഫ്രണ്ട്ലിയാണ്. പക്ഷെ പുള്ളി ആരെയും മൈൻഡ് ചെയ്യാതെ എത്രയും പെട്ടെന്ന് പുല്ല് നിന്ന തിരക്കിലാണ്.
അങ്ങനെ വാൽപ്പാറ ചുരം ഇറങ്ങി വരുന്നപ്പോൾ വരയാടിനെയും കുരങ്ങന്മാരെയൊക്കെ നമ്മൾ കുറേ കണ്ടു. അവസാനം എത്താറായപ്പോൾ നമ്മളൊരു ഹനുമാൻ ലങ്കൂറിനെയും കണ്ടു. മൂപ്പരും കാര്യമായ തീറ്റയിലാണ്. വിശപ്പാണല്ലോ എല്ലാവർക്കും പ്രശ്നം. ആലിയാർ ഡാമിലേക്ക് വരുന്ന ഒരു ചെറിയൊരു ഇൻലെറ്റ് ആണ്, ഒരു കനാല് പോലെയൊക്കെ ഉണ്ട്. പക്ഷെ ഒരുപാട് വെള്ളം വരുന്നുണ്ട്. നല്ല ശക്തി ഉണ്ട് കേട്ടോ, നല്ല ഫോഴ്സ് ആണ്. വീണ് കഴിഞ്ഞാൽ നല്ല പണി കിട്ടും. കാരണം നല്ല ശക്തിയിലാണ് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നേരെ ഈ ആലിയാർ ഡാമിലേക്കാണ് പോകുന്നത്. താഴെ കുറെ ആൾക്കാർ മീൻ പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് താഴെ. ശരിക്കും എനിക്ക് ഇവിടെ നിൽക്കാനൊരു ചെറിയ പേടിയുണ്ട്. യെസ്, അപ്പോൾ നമ്മളെത്തി. യെസ്, നമ്മുടെ റൂമിലെത്തി. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. അൾട്ടിമേറ്റ്ലി നമ്മുടെ റൂമിലെത്തി. ഇതാണ് നമ്മുടെ റൂം. കുഴപ്പമൊന്നുമില്ല. ഗുഡ് മോർണിംഗ്. നമ്മൾ എണീറ്റു. 8 മണിയായി. റൂം പോയി ചായ കൊണ്ടുവന്നു. അപ്പോഴാണ് എണീറ്റത്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഓയ്. യെസ്, ഇതാണ് നമ്മുടെ ഇന്നലെ കണ്ട ബാൽക്കണി. നല്ല വ്യൂ ആണ്. ചുറ്റും മുഴുവൻ ഹോം സ്റ്റേസും അതുപോലെ റിസോർട്ട്സൊക്കെയാണ്. ദാറ്റ്സ് ദ വ്യൂ. ഹായ്, അപ്പോൾ ഇത് നമ്മൾ നമ്മുടെ കൊടൈക്കനാൽ റൂമിൽ നിന്ന് ഫ്രഷ് ആയി ഇറങ്ങി. അപ്പൊ ഞങ്ങള് ഇനി സൈറ്റ് സീയിങ് ആണ്. അപ്പൊ നമ്മളിത് ഫുഡ് കഴിക്കാൻ വന്നേക്കാണ്. നല്ല വ്യൂ ആണ് ഇവിടെ. കൊടൈക്കനാൽ ടൗണിന്റെ വ്യൂ ഉണ്ട്. ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടിരിക്കുക. നമ്മൾ ഇഡ്ഡലി സാമ്പാറാണ് ഓർഡർ ചെയ്തത്. ഫുഡ് വരട്ടെ, ഫുഡ് കഴിച്ചിട്ട് കറങ്ങാൻ പോവാം. നൈസാണോ? ഫുഡ് എങ്ങനെയുണ്ട്? അങ്ങനെ ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ പോയത് കൊടൈക്കനാൽ ടൗണിലുള്ള കുറച്ച് സ്ഥലങ്ങൾ കാണാനാണ്. ആദ്യം നമ്മൾ കോക്കേഴ്സ് വാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക് പോയി. അപ്പോൾ നമ്മൾ വേറെ ഫോൾസിലേക്കാണ് പോകുന്നത്. നമുക്ക് വണ്ടി വെക്കാൻ അധികം ആൾക്കാരൊന്നുമില്ല. ഇവിടെ ഒരു എന്താണ് ഹോർട്ടിക്കൾച്ചർ റിസർച്ച് സ്റ്റേഷൻ കാണാം. ഇതിലൂടെ വേണം പോകാൻ. ഓക്കെ, ഇവിടെ ഒരു ചെറിയൊരു ഗേറ്റ് ഉണ്ട്, ഇതുവഴി വേണം പോകാൻ. ഓക്കെ, ഒരാൾ നേരത്തെ കയറി നടക്കാൻ തുടങ്ങി. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ ഉള്ളത് ഫെയറി ഫോൾസിലാണ്. ഫെയറി ഫോൾസിലേക്ക് നടന്നു പോവാണ്. സൈഡിൽ കുറേ പൈൻ മരങ്ങളൊക്കെ ഉണ്ട് വരുന്ന വഴിയിൽ. അവിടുന്ന് ഒരു 100 മീറ്റർ വണ്ടി വെച്ചിട്ട് നടക്കാനുള്ളൂ. ഇതാണ് ഫെയറി ഫോൾസ്. നമുക്ക് ഭാഗ്യമുണ്ട്, ഇവിടെ വലിയ തിരക്കേ ഇല്ല. ഒരു ഫാമിലി ഉണ്ട്, അവരങ്ങോട്ട് ഇപ്പൊ പോയി. ഇപ്പം നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളിതാ ഫെയറി ഫോൾസിലാണ്. ഒരു കുഞ്ഞു വാട്ടർഫോൾസ് ആണ്, പക്ഷെ നല്ല ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ നല്ലൊരു വാട്ടർഫോളാണ്. സാധാരണ എല്ലാ വാട്ടർഫോളിൻ്റെയും
ഫോട്ടോ എടുക്കുമ്പോൾ അത്ര നന്നായിട്ട് കിട്ടില്ല. പക്ഷെ ഇത് ചെറിയൊരു വാട്ടർഫോൾ ആണ്, പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ. ചേച്ചി ക്യാരറ്റിന് എത്രയാ? സ്വീറ്റ് കോൺ വേണോ? വേണ്ട വേണ്ട. പിന്നെ നമ്മൾ ഇവിടെ കണ്ട വേറെ കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ മിനറൽ ബോട്ടിലായിട്ട് നമ്മുടെ സാധാ നോർമൽ ചെറിയ സൈസിലൂടെ കിട്ടുന്നില്ല. പ്ലാസ്റ്റിക്കിന്റെ ഒരു ബോട്ടിലും കിട്ടുന്നില്ല. പിന്നെ നമ്മൾ അതുപോലെ സ്പ്രൈറ്റ് കൊക്കക്കോള അങ്ങനെ വല്ലതും കിട്ടുമോന്ന് വേണ്ടി ചോദിച്ചപ്പോഴും എല്ലാം ക്യാൻ ഇല്ലേ, ചെറിയ ക്യാൻ, അത് മാത്രമേ ഇവിടെ കിട്ടുന്നുള്ളൂ. ക്യാൻസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ കടക്കാരനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് പ്ലാസ്റ്റിക് ബാൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ചെയ്തത്. 5 ലിറ്റേഴ്സിന്റെ അതിന്റെ വെള്ളത്തിന്റെ ബോട്ടില് മിക്കടുത്തും കാണുന്നുണ്ട്. 10 ലിറ്ററിന്റെ ഒക്കെ വലിയ ക്യാൻസ് ചെറിയ സൈഡിലൊക്കെ റോഡ് സൈഡിലൊക്കെ കടകളിൽ വെച്ചിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. കോക്കസ് വോക്ക് കണ്ടതിന് ശേഷം നമ്മൾ നേരെ പോയത് ഗുണ കേവ്സിലേക്കാണ്. ഹലോ, അപ്പൊ നമ്മൾ ഇതാ ഗുണ കേവ്സിലെത്തി. നല്ല തിരക്കായിരുന്നു. നല്ല തിരക്കാണ്. ഇവിടെ വീക്കെൻഡ്സ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു നല്ല തിരക്കാണ്. ഫോട്ടോ എടുക്കാനുള്ള സ്ഥലം തപ്പി കണ്ടിരിക്കണം, അതുപോലെ ആൾക്കാരാണ്. അത്രയും ആൾക്കാരുണ്ട്. ഇവിടുത്തെ വേരുകളാണ് ഏറ്റവും ഫേമസ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ചെറിയൊരു കോടയൊക്കെ ഉണ്ട് ഞങ്ങൾ കയറി വരുന്ന സമയത്ത്. ഇപ്പൊ അതൊക്കെ ഒന്ന് മാറി വന്നു. ഗുണ കേവ് താഴെ കാണുന്ന കേവ് ആണ്, പക്ഷെ നമുക്കിപ്പോ അവിടെ ആക്സസ് ഇല്ല. ഇനിയാണ് നമ്മുടെ യാത്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് പോകുന്നത്, അതായത് പൂണ്ടിയിലേക്കുള്ള യാത്ര. കൊടൈക്കനാലിൽ പോകുന്ന സഞ്ചാരികൾ പൊതുവെ ടൗണിനടുത്തുള്ള പല സ്ഥലങ്ങളിൽ പോകുമെങ്കിലും പൂണ്ടി, പൂമ്പാറൈ, കൂകൽ പോലുള്ള വില്ലേജുകളിൽ പോകാറില്ല. കാരണം ഇതൊരു 30-40 കിലോമീറ്റർ ഉള്ളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ കൊടൈക്കനാലിലെ ഏറ്റവും ഭംഗിയുള്ള സ്ഥലങ്ങൾ എന്ന് പറയുന്നത് ഈ റൂട്ടിലാണ്. യെസ്, അപ്പോൾ നമ്മൾ പൂണ്ടിയിൽ നമ്മുടെ പ്രോപ്പർട്ടിയിലെത്തി. മഡ് ഹൗസ് ആണ് എടുത്തത്. യെസ്, മഡ് ഹൗസ്. നല്ല ഭംഗിയാണ് കാണാൻ. ഇപ്പം നമ്മുടെ നാട്ടിലെ ഒരു കോഴിക്കോടുകാരൻ ശശിയേട്ടൻ്റെ മഡ് ഹൗസാണിത്. യെസ്, നല്ല ഭംഗിയാണ് കാണാൻ. ഫുൾ നാച്ചുറൽ മെത്തേഡ്സ് ഉപയോഗിച്ച് ചെയ്താണെന്ന് തോന്നുന്നു. റൂഫൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ഇതേ നിങ്ങൾക്ക് കബോർഡ് സാധനങ്ങളൊക്കെ വെക്കാം. മരത്തിനെ കൊണ്ട് ഉണ്ടാക്കിയ ഒറിജിനൽ മരത്തിനെ കൊണ്ട് അടിപൊളി. ഹലോ, എന്താ പേരെന്താ നിന്റെ? ഇവിടുത്തെ സെക്യൂരിറ്റിയാ, ബോഡി ഗാർഡ്. അതെ അതെ, വി ആർ ഗുഡ്, വി ആർ ഗുഡ്. എക്സ്ക്യൂസ് മീ, വി ആർ ഗുഡ്. യാ യാ, താങ്ക് യു ഫോർ യുവർ സർവീസ്. അടുത്ത സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. അവർ ഓക്കെ ആണോ എന്ന് ചോദിക്കാൻ.
യെസ്, അപ്പോൾ ഒന്ന് ഫ്രഷായി. ഇനി നമുക്ക് പുറത്തേക്ക് പോയി കാഴ്ചകൾ കാണാം. തീർത്ത ഓൾറെഡി പുറത്തേക്ക് പോയി. തീർത്ത ഫ്രണ്ട്സിനെ കണ്ടുപിടിച്ചു. 2 പേരുണ്ട്, ഒരു പൂച്ചയും ഒരു പട്ടിയും. പേരെന്താണെന്ന് അറിയില്ല, ചോദിക്കണം. അതെ, നമ്മൾ ഹിമാചലിൽ കുബൂസ് എന്ന് പറഞ്ഞിട്ടൊരു പൂച്ചയെ പരിചയപ്പെട്ടായിരുന്നു. അതിന്റെ അതേ സൈസും അതേ കളറുമാണ്. നമുക്ക് കുബൂസിനെയാണ് ഓർമ്മ വന്നത്. യെസ്, അപ്പൊ നമ്മൾ ചായ കുടിച്ചു. ഇതാണ് നമ്മൾ ഇന്നലെ താമസിച്ച പ്രോപ്പർട്ടി. അതിന് മുമ്പിലുള്ള ഒരു പുൽമേടാണിത്. ഓക്കെ, നല്ല ഭംഗിയാണ്. നല്ല ഭംഗിയുള്ള ഒരു ഫുൾ ഗ്രീൻ ആയിട്ട് കിടക്കുന്ന ഒരു ഏരിയ ആണിത്. ഇവിടെ ടോട്ടൽ വരുന്നത് 4 റൂംസ് ആണ്. 4 റൂംസ് വെച്ചാൽ 2 സെപ്പറേറ്റ് ഹട്ട് മഡ് ഹൗസ് ഉണ്ട്. പിന്നെ ഒരെണ്ണം വരുന്നത് ഒരു ഹട്ടിൽ തന്നെ 2 സെപ്പറേറ്റ് റൂമായിട്ട്. അങ്ങനെ ടോട്ടൽ 4 റൂമാണ് ഉള്ളത്. അതെ, ഈ കൊടൈക്കനാലിനുള്ളിലോട്ട്. അതെ, 43 കിലോമീറ്റർ ആണ് വരുന്നത്. ഈ സ്ഥലത്തിന്റെ പേര് പൂണ്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വില്ലേജ് ഉണ്ട്. അതായിട്ട് കൊടൈക്കനാലിൽ നിന്ന് ഏറ്റവും ഉള്ളിലോട്ടായിട്ട് കേരള ബോർഡറിൽ കാണുന്ന ഒരു വില്ലേജ് ആണ്. അവിടെയാണ് ഈ സ്ഥലം പ്രോപ്പർട്ടി വരുന്നത്. കൊടൈക്കനാൽ ഇങ്ങനെ കറങ്ങിയിട്ട്, പക്ഷെ കൊടൈക്കനാലിന് ഇങ്ങോട്ടേക്കുള്ള റൂട്ടാണ് ഞങ്ങൾക്ക് ഏറ്റവും സൂപ്പർ ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നിയ റൂട്ട്. അതെ അതെ, റൂട്ടിൽ നിങ്ങൾക്ക് പൂമ്പാറ വില്ലേജ് എന്ന് പറഞ്ഞിട്ട് നല്ല ഭംഗിയുള്ള ഒരു വില്ലേജ് കാണാം. അതുപോലെ മന്നവന്നൂർ എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു വില്ലേജ് കാണാം. അവിടെ ഒരു ലേക്ക് ഉണ്ട്. അപ്പോ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. ശരിക്കും മസ്റ്റ് വിസിറ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് കൊടൈക്കനാൽ വന്നു കഴിഞ്ഞാൽ ഈ പൂണ്ടി ഭാഗത്തേക്കുള്ള യാത്ര. ഹട്ട് എന്ന് പറയുന്നത് നല്ല ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ, ഭയങ്കര പൈസ കൂടുതലാണോ അങ്ങനൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നല്ല ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ നിൽക്കാൻ പറ്റിയ ഒരു സ്റ്റേ ആണ്. അതെ അതെ, കൊടൈക്കനാല് എന്താണ് സാധാരണ ഒരു റൂം കിട്ടുന്ന അതേ റേറ്റിനാണ് ഈ ഒരു സ്ഥലവും നമുക്ക് തന്നത്. നമ്മൾ എവിടെ പോയാലും നമ്മളെ പിന്തുടരുന്നുണ്ട് ഇവൻ. ഓക്കെ, നമ്മളെ ഇഷ്ടായി തോന്നുന്നു അല്ലേ? നിനക്കൊരു പേരിടണല്ലോ. എന്താ പേരിടാ? സിംബ. 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 അവന് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു പേര്. ഇത് നമ്മുടെ കുഞ്ഞാപ്പു ഫുൾ റെസ്റ്റ് ആയിരുന്നു രാത്രി മുഴുവൻ. കുഞ്ഞാപ്പു എന്ന് പറയുന്നത് നമ്മുടെ ഇഗ്നീസിന്റെ പേരാണ് കേട്ടോ. അതെ അതെ, തീർത്തുവിട്ട പേരാണ്. നമ്മുടെ ശശിയേട്ടനാണ് നമ്മുടെ ഹോസ്റ്റ്. ശശിയേട്ടൻ 30 വർഷമായിട്ടല്ലേ? 29 years ആയിട്ട് ഇവിടെ തന്നെയാണ് അല്ലേ? ഓക്കെ, അപ്പൊ എന്തെങ്കിലും ആർക്കെങ്കിലും ഇവിടെ താമസിക്കണമെങ്കിൽ ശശിയേട്ടനെ കോണ്ടാക്ട് ചെയ്യാം, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അങ്ങനെ റൂമിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ പോലൂർ, ക്ലാവര തുടങ്ങിയ വില്ലേജ് കാണാൻ തുടങ്ങി. തൊട്ടടുത്ത് തന്നെയാണ് പൂണ്ടിയുടെ. ചെറിയ ഗ്രാമങ്ങളാണ് ഈ പോലൂരും അതുപോലെ ക്ലാവരയൊക്കെ. കൃഷിയാണ് പ്രധാന വരുമാനം. തട്ടായിട്ട് കൃഷി ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ പോലൂർ ഗ്രാമത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു സുന്ദരൻ കുതിര നമ്മൾ കണ്ടത്. ഇതിനാരും മുടി മുറിച്ചു കൊടുത്തതെന്ന് അറിയില്ല. ഇങ്ങനെ ലെവലായിട്ട് മുടി മുറിച്ചിട്ടുണ്ട്, നോക്കി. പൂണ്ടിയിൽ നിന്ന് നമ്മൾ ഇടത്തോട്ട് വന്നു കഴിഞ്ഞാൽ ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു ജംഗ്ഷൻ കാണും. അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ
ക്ലാവര എന്ന് പറഞ്ഞിട്ടുള്ള വില്ലേജിലേക്കുള്ള വഴിയാണ് ക്ലാവര. അപ്പോൾ ക്ലാവരയിലേക്ക് പോകുന്ന വഴി ലെഫ്റ്റ് സൈഡ് നമുക്ക് ഇങ്ങനെ ഒരു വാട്ടർഫോൾ ആണ്. നല്ല ഭംഗിയാണ് കാണാൻ. ഒരുപാട് ആൾക്കാർ ഇവിടെ നിന്ന് കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളിതേ കൊടൈക്കനാലിൽ നിന്ന് മന്നവന്നൂർ റൂട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഇതേ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് പൂമ്പാറ വില്ലേജിന്റെ അടിപൊളി വ്യൂ കാണാൻ പറ്റും. കൃഷിയിടങ്ങളൊക്കെ നല്ല തട്ടായിട്ട് കാണാം. അതേപോലെ ഇത് കുറേ വീടുകളും നല്ല ഭംഗിയാണ് കാണാൻ. ഈ ഒരു റൂട്ടിൽ തന്നെ ഇവിടെ കുറെ ഹോട്ടലുകൾ ഇത് കാണാനുള്ള വ്യൂ പോയിന്റ് പോലെ തന്നെയാണ് സെറ്റ് ചെയ്തിട്ട്. ഇപ്പൊ ഇവിടെ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലം തന്നെ ഇതൊരു കടയുടെ ഒരു ബാൽക്കണി പോലത്തെ സ്ഥലമാണ്. അതുപോലെ ഒരുപാട് ഹോട്ടലുകൾ ഇങ്ങനെ ബാൽക്കണി പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വ്യൂ കാണാൻ തന്നെ ഒരുപാട് പേര് വണ്ടി ഇവിടെ നിർത്തുന്നുണ്ട്. സൂപ്പർ വ്യൂ ആണ് ഇവിടുന്ന് കാണാൻ. യെസ്, അപ്പോൾ നമ്മളിതാ മന്നവന്നൂർ ലേക്കിലെത്തി. പൂണ്ടി പോകുന്ന വഴിക്ക് തന്നെയാണ് മന്നവന്നൂർ വില്ലേജും ലേക്കും കാണുന്നത്. അപ്പോൾ ഈ എൻട്രൻസ് ഒരു 200 മീറ്റർ നടക്കാനുണ്ട് ലേക്കിലേക്ക്. ഇവിടെ ഒരുപാട് അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് എന്നാണ് കേട്ടത്. ഒരാൾക്ക് ചാർജ് വരുന്നത് 30 രൂപയാണ്. അതെ, ഒരാൾക്ക് 30 രൂപ. അപ്പൊ നമ്മളിതേ മന്നവന്നൂർ ലേക്കിന്റെ ഫ്രണ്ടിലാണുള്ളത്. ഇവിടെ കുറെ അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. സിപ്പ് ലൈൻ ഉണ്ട്, ഹോഴ്സ് റൈഡ് ഉണ്ട്, അതുപോലെ ബോട്ടിംഗ് ഉണ്ട്, കയാക്കിംഗ്, മറ്റേ കൊട്ടവഞ്ചി വട്ടത്തിൽ ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുന്ന കൊട്ടവഞ്ചിയില്, അതൊക്കെ അങ്ങനെ. അതുപോലെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്ക് ഉണ്ട്. എല്ലാം കൊണ്ട് അടിപൊളിയാണ്. ഞങ്ങൾ പൂണ്ടിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന വഴിക്കാണ് ഇവിടെ മന്നവന്നൂർ ലേക്കിൽ കയറിയത്. മൊത്തത്തിൽ ഇവിടുത്തെ വ്യൂ അടിപൊളിയാണ്. നൈസ്. ഇതേ അവിടെ ഇതേ കൊട്ടവഞ്ചിയിൽ ആളെ കറക്കിക്കൊണ്ടിരിക്കുകയാണ്. നൈസാണ് എന്തായാലും. അപ്പോൾ അതെ നമ്മുടെ ഈ കൊടൈക്കനാൽ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. ഒരുപാട് നല്ല മൊമെന്റ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതെ, നമ്മൾ കൊടൈക്കനാലിലെ ഏറ്റവും ബെസ്റ്റ് പ്ലേസസ് കുറച്ചൊക്കെ ബെസ്റ്റ് പ്ലേസസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ആക്ച്വലി വിസിറ്റ് ചെയ്യേണ്ട കുറച്ച് സ്ഥലങ്ങളാണ് നമ്മൾ കവർ ചെയ്തത്. ഇപ്പോ കൊടൈക്കനാല് തന്നെ ഏറ്റവും ഭംഗിയുള്ള കുറെ സ്ഥലങ്ങൾ പല ആൾക്കാരും കാണാതെ കൊടൈക്കനാല് വന്ന് അവിടെ ചുറ്റുമുള്ള സ്ഥലങ്ങൾ മാത്രം കണ്ടിട്ട് പോകാറുണ്ട്. ഇനി കൊടൈക്കനാല് നല്ലൊരു സജഷൻ ആണ്. മന്നവന്നൂർ ലേക്ക് കാണാം, അതുപോലെ പൂമ്പാറ വില്ലേജ് കാണാം. പൂണ്ടിയിലാണെങ്കിലും നമുക്ക് ക്ലാവര, അതുപോലെ തൊട്ടടുത്ത് പോലൂർ വാട്ടർഫോൾസ്, ഇങ്ങനെയുള്ള ഒരു വലിയൊരു പാക്കേജ് തന്നെയാണ് പൂണ്ടി വില്ലേജിലേക്ക് വന്നു കഴിഞ്ഞാൽ കിട്ടുന്നത്. അപ്പോൾ ഏതായാലും എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അറിയിക്കുക, കമന്റ് ബോക്സിൽ അറിയിക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു വെരി മച്ച്. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.